ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റാപ്റ്റർ. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ വണ്ടിയായിരുന്നു മോഡിഫിക്കേഷൻ ചെയ്തത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റിൽ പറയാണ് BMW ട്രൈ ചെയ്യൂ ബ്രോ, BMW ട്രൈ ചെയ്യാൻ. അപ്പോൾ ഗൈസ്, നമുക്കിന്നൊരു BMW ട്രൈ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മൾ BMW എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെയിം തീമിൽ, അതായത് ബ്ലൂ യെല്ലോ ഗോൾഡ് അങ്ങനത്തെ ഈ കാർ എടുത്ത തീമിൽ തന്നെ നമുക്ക് ഇതൊന്ന് ഈ ഒരു BMW കസ്റ്റമൈസ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ BMW ഫുൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെയിം തീമിൽ തന്നെ നമ്മൾ കസ്റ്റമൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് ഒരു സിംഗിൾ പ്ലെയർ റൈഡ് പോകാം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ വെറൈറ്റി സ്കിൻസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വെറൈറ്റി സ്കിൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് ട്രൈ ചെയ്യും. അപ്പോൾ നമുക്കിനി ഒരു സിംഗിൾ പ്ലെയർ റൈഡ് പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തത് ഏത് വണ്ടിയാണോ നമുക്ക് എടുക്കേണ്ടത് നിങ്ങൾക്ക് ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഗൈസ്. നമ്മൾ അതേ വണ്ടി തന്നെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ആ വണ്ടി തന്നെ എടുക്കും. നല്ല മോഡിഫൈയും കസ്റ്റമൈസേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ വണ്ടിയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് സർവീസിനൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു റൈഡൊക്കെ പോകുന്നതായിരിക്കും. എക്സ്ട്രീം കാർ മാത്രമല്ല, പല ഗെയിമും ഞാൻ കളിക്കും. ഏത് ഗെയിമാണ് കളിക്കേണ്ടത് അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി. എൻ്റെ കയ്യിൽ മൈൻക്രാഫ്റ്റും അങ്ങനെ കുറേ ഗെയിമുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഏത് ഗെയിമാണ് കളിക്കേണ്ടത് നിങ്ങൾ കമൻറ്റിൽ പറയുക. ആൻഡ് നമ്മൾ റൈഡ് നല്ല രീതിക്ക് തന്നെ പോവുകയാണ്. നമുക്ക് എപ്പോഴും ചെയ്യണമെങ്കിൽ നമുക്ക് കുളത്തിലോട്ട് പോകാം ഗൈസ്. ഫുള്ള് ഓഫ് റോഡിലാണ് പോണത്. വണ്ടി മറഞ്ഞല്ലോ. ഓക്കെ, നമുക്ക് നേരാക്കാം. കമോൺ, ഇനി നമുക്ക് ഡയറക്റ്റ് കുളത്തിൽ പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ കുളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുളത്തിൽ നമുക്ക് നൈസിന് ഫുള്ളൊന്ന് കുളിക്കാം. വണ്ടി ഒന്ന് ഫുള്ളൊന്ന് കഴുകിയെടുക്കാം. വണ്ടിക്ക് ചളിയൊന്നുമില്ല എങ്കിലും നമ്മൾ കഴുകിയെടുക്കുകയാണ്, എന്നും ചെയ്യണതാണല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് കഴുകിയെടുത്തു, അത്ര തന്നെ. ഫുള്ളി നമുക്ക് അങ്ങോട്ട് കഴുകിയെടുക്കാം. യെസ്, നമ്മുടെ ഗ്യാരേജ് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ പോയ ഗ്യാരേജ് ഇത് അവിടെ ഉണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ പോകണില്ല, കാരണം നമ്മൾ വീട് തുടങ്ങുമ്പോൾ മുമ്പ് തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണല്ലോ. ഓക്കെ, വണ്ടി ഇത്ര കഴുകിയാൽ മതി തോന്നുന്നു. ഇനി നമുക്ക് അടിക്ക് ഇറങ്ങാം ഗൈസ്. കണ്ടോ, നമ്മൾ പോയ സ്ഥലത്തിൻ്റെ പാട് കണ്ടോ. സീനായിട്ടുണ്ടല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ വണ്ടി വെച്ച് കുറച്ച് ഓഫ് റോഡ് സ്കിൽസും സ്റ്റണ്ടൊക്കെ ചെയ്യാമല്ലേ. സ്കിൽസും സ്റ്റണ്ടൊക്കെ അല്ല, കുത്തിമറയിൽ നിന്നാണ് സാധാരണ പറയാറുള്ളത്. നമ്മൾ സ്കിൽസും കണ്ടുമാതിരി തോന്നുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ മലയുടെ മുകളിലോട്ടൊന്ന് കയറാം കേട്ടോ. ഓക്കെ ഗൈസ്, മലയുടെ മുകളിൽ കയറാൻ നോക്കുന്നുണ്ട്. പക്ഷെ വണ്ടി കൊണ്ട് പുള്ളിങ്ങിട്ട് വരുന്നില്ല ഗൈസ്. നമുക്ക് ഡയറക്റ്റ് പിന്നിക്ക് പോവാം. എന്നിട്ട് ഫോഴ്സിൽ നമുക്ക് അങ്ങോട്ട് മുമ്പിൽ കയറാം. അപ്പം നമുക്ക് ഈ മലയുടെ മുകളിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, ആൻഡ് കമോൺ. വണ്ടി ആകെ കുത്തി മറന്നു. ഗൈസ്, നമുക്ക് തൽക്കാലം മല കയറണ്ട ഗൈസ്. വണ്ടി കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തു. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റോട്ടിൽ കൂടെ പോയിട്ട് ടാർ വയ്ക്കുമ്പോൾ ഈ നീല കളറാണല്ലോ, അത് ഞാൻ മാറ്റാൻ പോവുകയാണ് ഗൈസ്. കഴിഞ്ഞ എപ്പിസോഡിൽ വണ്ടിയിലും നീല കളറാണല്ലോ. അപ്പോൾ തൽക്കാലത്തിന് ഇപ്പോൾ നീല കളർ വേണ്ട, നമുക്ക് മാറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യാം. നമുക്ക് റെഡ് വയ്ക്കാമല്ലേ. റെഡ് ആകുമ്പോൾ നല്ല ഒരു ലുക്കും കിട്ടും, നമുക്ക് വണ്ടി നേരെ വണ്ണം ഓടാനും പറ്റുന്നത്. റെഡ് മതി ഗൈസ്. അപ്പോൾ നമ്മൾ റെഡാണ് വെക്കാൻ പോണത്. ബാക്ക് സ്മോക്കിനായിട്ട് നമ്മൾ റെഡാണ് വെക്കാൻ പോണത്. ഓക്കെ, നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. യെസ്, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ നിന്ന് സ്മോക്ക് വരുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഫുള്ള് റെഡ് കളർ. നേരത്തെ ബ്ലൂവിൻ്റെക്കാളും രസമാണ് ഈ റെഡ്. ഞാൻ കാണിച്ചു തരാം. ഫുൾ സ്പീഡിലുണ്ടല്ലോ, 200-250 സ്പീഡിൽ പോയിട്ട് നമ്മൾ ഈ സഡൻ ബ്രേക്ക് പിടിച്ചാൽ മതി. അപ്പോൾ വണ്ടി തൊലച്ചു. വണ്ടി കാരണം കിട്ടിയില്ല. എങ്ങോട്ടാണ് പോണേ? കണ്ട കാട്ടുകൂടെ ഒക്കെ ഓടിക്കാണ് കേസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോയിട്ട് ഡയറക്റ്റ് ഡയറക്റ്റ് കണ്ടോ കേസ്, നമുക്കങ്ങനെ കിട്ടി. ആൻഡ് നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഒരു ഫുൾ ഓഫ് റോഡ് റൈഡും പോയി. ഈ ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ അടുത്ത വണ്ടി, അതായത് ഈ BMW വേറെ സ്കിന്ന് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വേറെ സ്കിന്ന് എടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞ പൊളി സ്കിന്നാണ്. എങ്ങനെ പറഞ്ഞിരുന്നോ അറിയില്ല,
പൊളി സ്കിന്നാണ് കേട്ടോ ഈ വണ്ടിയുടെ. പിന്നുന്നുണ്ടോ പുകയൊക്കെ കത്തുണ്ട്, പുകയല്ല തീയൊക്കെ കത്തിക്കൊണ്ട് നല്ല സീൻ സ്കിന്നാണ് BMW-യുടെ. നിങ്ങൾ എക്സ്ട്രീം കാർ കയറ്റുകയാണെങ്കിൽ മാക്സിമം ഇത് നോക്കും, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞു വരണം എന്താ വെച്ചാൽ നമുക്കിനി എയർപോർട്ട് പോവാം. മാക്സിമം നിങ്ങൾ എക്സ്ട്രീം കാർ കയറ്റുകയാണെങ്കിൽ തന്നെ ഈ BMW-യുടെ ഈ സ്കിന്നെടുത്ത് കയറ്റാൻ നോക്കുക. നല്ലൊരു സ്കിന്നാണ് ഗൈസ്, പറഞ്ഞു തരാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ലൊരു സ്കിന്നാണ്. കണ്ടോ മുഖമൊക്കെ അങ്ങോട്ട് ചതഞ്ഞു ഗൈസ്, അങ്ങോട്ട് ഇടിച്ചിടിച്ച് ചതഞ്ഞു. നമുക്ക് റിപ്പയർ ചെയ്യാം. റിപ്പയർ ചെയ്ത ആനിമേഷൻ കണ്ടോ സീന്, ഓ മോനെ സീനായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ ഒന്ന് മാറ്റി വെക്കാം. അയ്യോ ഈ സ്കിന്ന് ഭയങ്കര പൊളിയാട്ടോ. നമ്മൾ ഇനി നമുക്ക് എയർപോർട്ട് പോവാം. നമ്മുടെ എയർപോർട്ടിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഇനി എയർപോർട്ട് വിടാം. അപ്പോൾ നമ്മൾ ഈ BMW വെച്ച് എയർപോർട്ടിലേക്ക് എത്തിയിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എയർപോർട്ട് പോവാം ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിൻ്റെ വേറൊരു ക്യാമറ എടുക്കുന്നത് കണ്ടോ. ഈ ക്യാമറ കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നേരത്തെ ക്യാമറമാരില്ല, നമ്മൾ ഇത്രയും നേരം ഇതായിരുന്നു ഇട്ടുണ്ടായിരുന്നു. ഇത് അത്ര അങ്ങോട്ട് ഇതില്ല. നമ്മൾ ക്യാമറ മാറ്റിക്കഴിഞ്ഞാണ്ടോ ചെരിയുമ്പോഴൊക്കെ ഒരു സീൻ ആനിമേഷനിൽ, ഒരു അടിപൊളി സെറ്റ് ആനിമേഷനിലാണ് നമുക്ക് കാണുക. ഇതുകൊണ്ട് പോലും ആ ഇടിക്കലിൻ്റെ ഒക്കെ ഒരു ആനിമേഷൻ കണ്ടോ, ആ വണ്ടിയൊക്കെ അങ്ങോട്ട് ഇടിച്ചിട്ടും ആ ചിരകണേൻ്റെ ഒക്കെ ആനിമേഷൻ, അത് പൊളിയാണ് ഗൈസ്, കാണാനും കൂടി അത്ര രസമാണ്. ഓക്കെ, നമ്മൾ കണ്ടോ വണ്ടി ഇടിക്കുമ്പോൾ കുലുങ്ങണ ആനിമേഷൻ, എൻ്റെ നെഞ്ചത്തോട്ട് വരുന്ന ആനിമേഷൻ അത്രയ്ക്കുണ്ട്. ഓക്കെ, നമുക്കിന്ന് ഈ വണ്ടി കൊണ്ട് ഒരു ഡ്രിഫ്റ്റ് ആയാലോ? എങ്ങനെ ഒരു ഡ്രിഫ്റ്റ് നോക്കി നോക്കാം. പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്തില്ല. ഈ വണ്ടിയുടെ ഡ്രിഫ്റ്റായിട്ട് നോക്കാം കേസ് നമുക്ക്. ലെറ്റ്സ് ഗോ. ഓ മോനെ സീനായിരുന്നു കേട്ടത്. അത് എന്ത് രസമായിരുന്നില്ല അത് കാണാൻ. ആ ഡ്രിഫ്റ്റൊക്കെ കാണാൻ പക്ക പെർഫെക്റ്റ് ആണ്. ഒന്നുകൂടി കണ്ടോ, ഡ്രിഫ്റ്റ് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ ശരിക്കുള്ളൊരു സൂപ്പർ കാർ നമ്മുടെ റിയൽ ലൈഫിൽ ശരിക്കുള്ളൊരു സൂപ്പർ കാർ ഡ്രിഫ്റ്റ് അടിക്കണം തന്നെയുണ്ട്. അതാണ് കേസ് ഈ ഒരു ക്യാമറ ഇട്ട് കളിച്ചാലുള്ള ഗുണം. അപ്പോൾ കേസ് നിങ്ങൾ ഇനി കമൻറ്റിൽ പറയും, ഇനി ഈ ക്യാമറ ഇട്ട് കളിക്കണോ, ഈ ക്യാമറ ഇട്ട് കളിക്കണോ, ഈ ക്യാമറ ഇട്ട് കളിക്കണോ, അത് ഈ ക്യാമറ ഇട്ട് കളിക്കണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയും കേട്ടോ. എനിക്കെന്തായാലും ഇത് നല്ല ഇഷ്ടപ്പെട്ടു. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക അടുത്ത ഏത് വണ്ടിയാണ് എടുക്കേണ്ടത്. നമ്മൾക്കാണെങ്കിൽ ഫുള്ള് വണ്ടി കളക്ഷനൊക്കെ ഉണ്ട്. BMW, ബുഗാട്ടി, ബെൻസ്, അങ്ങനെയൊക്കെ കുറേ വണ്ടികൾ നിങ്ങൾ പറയുക. ഓക്കെ, അതൊക്കെ ഇടിച്ച് നരപ്പാക്കിയിട്ട് വരുന്നത്. വണ്ടിയുടെ ചില്ലൊക്കെ ഉണ്ട് കേസ്, വണ്ടിയുടെ ചില്ലൊക്കെ പൊട്ടിക്കും കേസ്, വണ്ടിയുടെ ചില്ലൊക്കെ പൊട്ടി. എയർപ്ലെയിൻ സീന്. ഇനി ഇത് റിപ്പയർ ചെയ്യട്ടെ. ഒക്കെ റിപ്പയർ ചെയ്തു, വണ്ടി സീനായി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കയറാം. ഈ എയർപ്ലെയിനിൻ്റെ ഈ ഡ്രിഫ്റ്റ് എടുക്കേണ്ട സ്ഥലമല്ലേ, ഡ്രിഫ്റ്റ് അല്ല, നമുക്ക് കറങ്ങി ടോപ്പിക്ക് എത്തുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ ടോപ്പിക്ക് എത്തുന്ന സ്ഥലത്തിന് ടോപ്പിക്ക് എത്താൻ കഴിച്ചു നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ എവിടെയായിരുന്നു ഒരു ഓർമ്മ കിട്ടുന്നില്ല. അപ്പുറത്ത് ഭാഗത്ത് തോന്നുന്നു. ഞാൻ ഇൻട്രസ്റ്റ് ഒന്ന് കിട്ടിയിട്ട് കേസ് നിങ്ങളെ ഞാൻ ഒന്ന് കാണിക്കാം. ഓക്കെ, നമുക്ക് അതിൻ്റെ എൻട്രൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ മെല്ലെ കറക്കി കൊണ്ടിട്ട് ഇതിൻ്റെ മേളിക്ക് വരെ എത്തിക്കാം കേസ്. നമുക്ക് ഇങ്ങനെ കറങ്ങി മേളിക്ക് പോകും. അതാണ് ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ. അത് നമ്മൾ കറങ്ങിയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് വരെ നമുക്ക് പോവാം. എന്നിട്ട് മണ്ടയിൽ നിന്ന് ഒരു ചാട്ടം കൂടി ചാടാം. ഇതൊക്കെ അല്ലേ എൻജോയ്മെൻറ്റ്. മണ്ടയിൽ നിന്ന് ഒരു ചാട്ടം കൂടി ചാടാം ആയിരിക്കും. പോട്ടെ വണ്ടി പോട്ടെ. എന്താണ് വണ്ടി തിരിയില്ല, സ്റ്റെയറിങ്ങിന് എന്താ പറ്റി? ഇനി ഒന്നുകൂടി സർവീസ് ചെയ്യേണ്ട ആവശ്യം, സർവീസിനാന്ന് തോന്നുന്നു. അത് കണ്ടോ. ഓക്കെ, ടോപ്പിക്ക് എത്തിയിട്ടില്ല. ഇനി 2 നിലത്തുണ്ട് തോന്നുന്നു. ഞാൻ ടോപ്പിക്ക് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ ബിൽഡിങ്ങിൻ്റെ ടോപ്പിക്ക് എത്തിയിട്ടുണ്ട്. അതുകൂടെ തന്നെ നൈറ്റ് ഉണ്ട് കണ്ടോ, നമ്മൾക്ക് നൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈറ്റ് ഇപ്പോൾ ഓണാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈറ്റ് ഓണക്കിയിട്ട് സീനാട്ടോ, ലൈറ്റ് ഓണക്കിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അയ്യോ ഇങ്ങനെ ജമ്പ് ചെയ്യാനല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. തൽക്കാലം ഇപ്പം അങ്ങനെ ജമ്പ് ചെയ്തു. നമുക്കിനി ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ ഒരു ജമ്പില്ലേ അവിടെ ചെയ്യാൻ കഴിച്ചു. കുറേ സാധനങ്ങൾ ഇപ്പോൾ ചെയ്യാണ്ട്. ഓക്കെ, നമുക്ക് ഒരു ജമ്പാണ് ചെയ്യാൻ കഴിച്ചു.
ഓ ജസ്റ്റ് മിസ്സായിരുന്നു ഗൈസ്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണ്ടായിരുന്നു, ജസ്റ്റ് മിസ്സിലായിരുന്നു നമ്മൾ. ഇത് ഒരു ജമ്പ് കൂടി ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴാണ് കയറുന്നു നോക്കാം. ഇവിടെ ആരത് കൊണ്ടുവച്ചേ, ആരെ കൊണ്ടുവച്ചെന്നൊക്കെ. ഓക്കെ, നമുക്ക് ഈ ജമ്പ് ഇപ്പം നിർത്തി വയ്ക്കാം. വേറെ എന്തെങ്കിലും. ഓക്കെ, നമ്മുടെ ഇതില്ലേ ഇങ്ങനെ കറങ്ങി കറങ്ങി പോണ എത്ര km/h കറങ്ങി പോകാൻ പറ്റുന്നുള്ള അതിൽ തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. കാരണം അതിൽ പോകണമായിരിക്കും സേഫ്. നമ്മൾ കറങ്ങുന്ന സ്ഥലത്തേക്ക് എത്തി, മരണക്കിണർക്ക് എത്തിയിട്ടുണ്ട്. മരണക്കിണറല്ല, കറങ്ങുന്ന സ്ഥലം വേണമെങ്കിൽ പറയാം. ഇതിൽ നിങ്ങൾ സാധാരണ 200-300 km/h പോകുന്നുണ്ടല്ലോ. ഇനി ഗൈസ് ഈ ലൂപ്പ് അടിക്കുമ്പോൾ എത്ര km/h പോകുന്നത് നോക്കണം ഗൈസ്. ഇതൊക്കെ നമ്മൾ അങ്ങനെ ലൂപ്പടിച്ച് അതിൻ്റെ ഇടയിൽ നല്ല ഡ്രിഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലൂപ്പടിച്ച് പോവാണ് ഗൈസ്. എത്ര km/h പോകണം നോക്കണം. ഇതാണെങ്കിൽ ഓക്കെ, നമുക്ക് മെല്ലെ ട്രൈ ചെയ്യാം. ഈ വണ്ടി ഡ്രിഫ്റ്റ് അടിക്കാൻ വേണ്ടി ഉണ്ടായ വണ്ടിയാണ് ഗൈസ്. വേറെ വണ്ടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ പറ്റും, പക്ഷെ ഈ വണ്ടിയിൽ അങ്ങനെ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി മിക്കപ്പോഴും ഡ്രിഫ്റ്റാണ് ഗൈസ്. അതാണ് ഈ വണ്ടിക്ക് ഇഷ്ടമുള്ള കാരണം. BMW അല്ലെങ്കിലും അങ്ങനെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള കാരണം, ഞാൻ എടുക്കാനുള്ള കാരണം തന്നെയാണ്. എന്തായാലും കമൻറ്റ് ചെയ്ത ആൾ സൂപ്പർ വണ്ടിയായിരുന്നു സെലക്ട് ചെയ്തത്. നിങ്ങളും കമൻറ്റ് ചെയ്യുക, പുതിയ വണ്ടി എഴുതുക, ഞാൻ എടുക്കും. ആൻഡ് നമ്മളിനി കറങ്ങി പോകാം ഗൈസ്. ഓക്കെ, ഫുള്ള് കറങ്ങി പോകണം. നമുക്ക് തൽക്കാലം ഇപ്പോൾ വേറെ വണ്ടി എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത്ര മതി. ഈ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ വേറെ വണ്ടി എടുത്ത് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി, ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ എൻജോയ് ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്ത എപ്പിസോഡ് ആവണ വരേക്കും കാണാം. ടാറ്റ ബൈ ബൈ. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടേക്ക് കെയർ, ബൈ.